നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്ന് വളർപ്പിറ പഞ്ചമി. ഇന്ന് രാവിലെയേ പഞ്ചമിതിഥി തുടങ്ങുന്നുണ്ട്. എപ്പോൾ തുടങ്ങി, ഏതുവരെ പഞ്ചമിതിഥി ഇരിക്കുന്നുണ്ടെന്നും ഇന്നത്തെ പഞ്ചമിയിൽ എന്തൊക്കെയാ ഫോളോ ചെയ്യേണ്ടതെന്നും നോക്കാം. ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു പതിവ്. വരാഹി അമ്മനെ വഴിപാട് ചെയ്യുന്നവര്, വരാഹി അമ്മനെ തുടർന്ന് പഞ്ചമിയിൽ തിഥിയിൽ ഫോളോ ചെയ്യുന്നവര് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊള്ളുക. തീർച്ചയായും ഒരു വിജയം എന്നത് ഇത് നിങ്ങൾക്ക് തരുന്നതാണ്. ഇനി പഞ്ചമിതിഥി ടൈമിങ്സ് നോക്കാം. അതായത് പഞ്ചമി വന്നിട്ട് ഇന്ന് രാവിലെ ഡിസംബർ 24 ബുധനാഴ്ച രാവിലെ 11:41 തുടങ്ങി നാളെ ഡിസംബർ 25 വ്യാഴാഴ്ച രാവിലെ 11:26 വരെ ഇരിക്കുന്നുണ്ട്. 24th ഡിസംബർ 11:41 AM to 25th ഡിസംബർ 11:26 AM വരെ. ഇന്നത്തെ പതിവ് നിങ്ങൾ തീർച്ചയായും ചെയ്തോളുക. കാരണം ഒരേ ഒരു തവണയിൽ തന്നെ റിസൾട്ട് കിട്ടാൻ 100% ചാൻസ് ഉള്ള ഒരു പതിവ്. ഏത് മാതിരി എന്ന് ചോദിച്ചാൽ ഇത് വരാഹിയമ്മനോട് മുഖ്യമായ ഒരു ബീജമന്ത്രം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വന്നിട്ട് രാവിലെ നേരം ചൊല്ലുന്നതാണ് അത്യുത്തമം. ബീജമന്ത്രങ്ങൾക്ക് അങ്ങനെ ഒരു പവർ ഇരിപ്പുണ്ട്. ഈ വഴിപാട് ചെയ്യുന്നതിന് ഒരു ദീപം വെക്കണം. ദീപം എങ്ങനെ വെച്ചാല്, അതായത് അകൽ വിളക്കിലാണെങ്കിൽ അങ്ങനെ വെക്കാം നിങ്ങൾക്ക്, അല്ല കുത്തുവിളക്കിലാണെങ്കിൽ അതിലും വെക്കാം. എങ്ങനെ വേണമെങ്കിലും വെക്കാം. ബട്ട് വയ്ക്കുന്നതിന്റെ താഴെയായിട്ട്, വിളക്കിന് കീഴെയായിട്ട് കുറച്ച് കല്ലുപ്പ് വെച്ചോളുക. കല്ലുപ്പ് വെച്ചിട്ട് അതിന്റെ മേലെ നമ്മൾ വിളക്ക് വെക്കണ മാതിരി ഇരിക്കണം. ശരിയാ? ഇനി വിളക്കിൽ തിരി വന്നിട്ട് 4 തിരി ഇടുക. 4 ദിശയിലോട്ട് 4 തിരി ഇട്ടോളുക. ഇങ്ങനെ ദീപം വെക്കുക എന്നുള്ളത് ഒത്തിരി പവർഫുൾ ആയത്. ഈ വിളക്കിന്റെ കീഴെ ഒരു തട്ടില് അല്ലെങ്കിൽ ഒരു പ്ലേറ്റില്, ഒരു കിണ്ണത്തിലോ കുറച്ച് കല്ലുപ്പ് വെച്ചിട്ട് അതിന്റെ മേലെയായിട്ട് നിങ്ങൾ വിളക്ക് വെച്ചോളുക. എണ്ണ വന്നിട്ട് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന നല്ലെണ്ണയോ വിളക്കെണ്ണയോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. 4 തിരി ഇട്ടോളുക. ഇങ്ങനെ 4 തിരിയിട്ട് വിളക്ക് വെച്ച് വരാഹിയമ്മനുക്ക് വഴിപാട് ചെയ്യുന്നത് സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി നമ്മളെ സഹായിക്കും. പണക്കഷ്ടം നമ്മളിൽ നിന്ന് വിട്ടുപോകും. സാമ്പത്തികം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് കാര്യസിദ്ധി ഉണ്ടാക്കും. എന്ത് കാര്യം ഈ വിളക്ക് വെച്ച് വരാഹിയമ്മനോട് ചോദിച്ചാലും അത് ആ കാര്യം സിദ്ധിക്കപ്പെടും എന്നതാണ്. അതിനാലെയാണ് ഇങ്ങനെ ദീപം വെച്ച് വഴിപാട് ചെയ്യാൻ പറയുന്നത്. സോ ഇതെല്ലാം വന്നിട്ട് ഒത്തിരി പവർഫുൾ ആയത്. പിന്നെ ദീപം വന്നിട്ട് കുറഞ്ഞത് 1 മണി നേരം ദീപം അണയാതെ നോക്കിക്കോളുക. ഇനി ഒരു മന്ത്രം ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, വരാഹി അമ്മനോടെ കാര്യസിദ്ധി ബീജമന്ത്രം. മന്ത്രം പറയാം, സൂക്ഷിച്ച് കേട്ട് കണ്ട് മനസ്സിലാക്കിക്കോളുക. മന്ത്രം ഇതാണ്, ഒത്തിരി പവർഫുൾ ആയത്. ഇത് വന്നിട്ട് ഒരു തവണയിലെ നിങ്ങൾക്ക് റിസൾട്ട് കാണിക്കും. ഈ മന്ത്രം വന്നിട്ട് ജസ്റ്റ് 11 ടൈംസ്, അതായത് 11 തവണ നമ്മൾ ചൊല്ലിയാൽ മതി. അതും ടൈം ഇരുന്നാൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും 108 1008 അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. എന്നാൽ കുറഞ്ഞത് 11 തവണ ചൊല്ലിയാൽ മതി. മന്ത്രം ചൊല്ലിത്തരാം. ഓം ശ്രീം ഹ്രീം മമ ദാരിദ്ര്യം ധ്വംസയ. ഓം ശ്രീം ഹ്രീം മമ ദാരിദ്ര്യം ധ്വംസയ. ഓം ശ്രീം ഹ്രീം മമ ദാരിദ്ര്യം ധ്വംസയ. ഫസ്റ്റ് നിങ്ങൾ ദീപം വെച്ചോളുക. അത് കഴിഞ്ഞിട്ട് 11 തവണ ഈ മന്ത്രം നിങ്ങൾ ചൊല്ലിക്കോളുക. 1 മണി നേരം ദീപം വെച്ചോളുക. അത് നിങ്ങൾ ഓർത്തോളുക. ഇപ്പൊ ഞാൻ നിങ്ങളോട് രാവിലെയാ ചെയ്യണമെന്ന് പറഞ്ഞത്, പഞ്ചമി തിഥിയിൽ നിങ്ങൾക്കിത് പഞ്ചമി സ്റ്റാർട്ട് ചെയ്ത് അടുത്ത് പഞ്ചമി തീരുന്നത്
എപ്പോഴാണോ അതിനുള്ളിൽ നിങ്ങൾ ചെയ്താൽ മതി. എന്നാൽ പഞ്ചമി തിഥിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തവരാണ് എങ്കിൽ ഏത് ദിവസം വേണേലും നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാവുന്നതാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ രാവിലെ 6 മണിക്ക് മുന്നേ നിങ്ങൾ ചെയ്തോളുക. ശരിയാ? പിന്നെ ഈ വിളക്ക് വഴിപാടിന് വന്നിട്ട് വേറൊരു ഐതിഹ്യം ഇരിപ്പുണ്ട്. നിങ്ങൾ ഇത് 11 ടൈംസ് അല്ലേ ഞാൻ മന്ത്രം ചൊല്ലാൻ പറഞ്ഞത്, അതുപോലെ 11 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ വിളക്ക് ദീപം വെച്ച് ഈ മന്ത്രം ചൊല്ലിയാല് അത് ഏത് വിഷയമായിരുന്നാലും സിദ്ധിയാവും എന്നൊരു ഐതിഹ്യം ഈ വഴിപാടിന് ഇരിപ്പുണ്ട്. സോ സപ്പോസ് നിങ്ങൾ ചോദിച്ച വിഷയം ഒരു ദിവസം കൊണ്ട് നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അത് 11 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരിക. ഇല്ല 11 നാൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ദിവസം ഇല്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 5 നാളോ 7 നാളോ ദിവസം എത്ര ദിവസം ഒന്ന് കോരിക്ക വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ചെയ്യണം. ഇപ്പൊ പഞ്ചമി തിഥി വിടുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് ഡെയിലി ബ്രഹ്മമുഹൂർത്തത്തിൽ 11 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരിക. അത് പറയുന്നത് ഈ വഴിപാട് വന്നിട്ട് രാവിലെ നേരം ചെയ്യുന്നത് ഒത്തിരി സിറപ്പാന ഒരു കാര്യം. നിങ്ങൾ ഏത് വിഷയം മനസ്സിൽ വിചാരിച്ച് ഇത് ചെയ്യുന്നുവോ അത് വന്നിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് നടന്നു കിട്ടുകയും ചെയ്യും. ഈ ദീപം വന്നിട്ട് അത്രയ്ക്കും പവർഫുൾ ആയത്. ഇപ്പോൾ പഞ്ചമി തിഥിയിലായാലും ശരി, ഏത് ദിവസം ആയിരുന്നാലും ശരി, നിങ്ങൾക്ക് ഈ ദീപം കോവിൽ പോയി വെച്ചും വഴിപാട് ചെയ്യാവുന്നതാണ്. സാമ്പത്തിക സ്ഥിതി കുറയാതെ ഇരിക്കും, അത് മെച്ചപ്പെടും. ജോലിയില് പ്രമോഷൻ കിട്ടും. ഏത് വിഷയമാണോ നമ്മൾ ചോദിക്കുന്നത് ആ വിഷയം സിദ്ധിയടയും. കാരണം ഈ മന്ത്രം ചൊല്ലി നിങ്ങൾ ഇത് ചെയ്തു വരുമ്പോൾ തീർച്ചയായും ആ വഴിപാടിൽ നമ്മുടെ ആവശ്യത്തിൽ നമ്മൾ സിദ്ധിയടയും. എന്തെല്ലാം നിങ്ങൾ ചോദിക്കുന്നുവോ, നിങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്കെന്നോ നിങ്ങളുടെ കയ്യിൽ പൈസ നിൽക്കുന്നതിനോ എന്ത് ചോദിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകും. ശരിയാ? സോ പവർഫുള്ളായ ഒരു മന്ത്രം, ഇത് മിസ് ചെയ്യാതെ നിങ്ങൾ ചെയ്തോളുക. വേറൊന്ന്, ഈ വിഷയം ചെയ്യുന്നതിന് റൂൾസ് ഇരിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്. അതേമാതിരി തന്നെ പീരീഡ്സ് ഉള്ളവര്, പുലവാലായ്മ ഉള്ളവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല. ഇനി ദീപത്തിന്റെ കീഴെ കല്ലുപ്പ് വയ്ക്കാൻ പറഞ്ഞുല്ലോ. ഈ കല്ലുപ്പ് എന്ത് ചെയ്യണം വെച്ചാല് ദീപം കത്തി അണഞ്ഞതിന് ശേഷം ആ കല്ലുപ്പ് എടുത്തിട്ട് ഏത് വിഷയം നിങ്ങൾക്ക് നടക്കണമെന്ന് ചൊല്ലി നിങ്ങൾ ഇത് ചെയ്യുന്നുവോ അത് നടക്കാനുള്ള എല്ലാ തടസ്സവും മാറി നന്നായിട്ട് സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കണമെന്ന് പറഞ്ഞ് കല്ലുപ്പ് നിങ്ങൾ അങ്ങനെ സിങ്കില് കരച്ചു വിട്ടോളുക. ശരിയാ? ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ ഡെയിലി നിങ്ങൾ ദീപം വയ്ക്കുന്നവരാണെങ്കിൽ ഡെയിലിയും നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്തോളുക. ശരിയാ? ഉപ്പ് നിങ്ങൾ കരച്ചു വിട്ടോളുക എന്നാണ് പറഞ്ഞത്. അതായത് ഡെയിലി നിങ്ങൾ ഉപ്പ് മാറ്റിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഇന്ന് ഒരു ദിവസം വെച്ച ഉപ്പ് തന്നെ നാളത്തേക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഡെയിലി യൂസ് ചെയ്യുന്ന ഉപ്പ് ദീപം അണഞ്ഞതിന് ശേഷം എടുത്ത് നിങ്ങൾ സിങ്കിൽ കരച്ച് കളഞ്ഞോളുക. അടുത്ത ദിവസം പുതിയ ഉപ്പ് വെച്ചോളുക. ഇങ്ങനെ നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യം നടന്നു കിട്ടുമെന്നതാണ്. ഒത്തിരി ഈസിയായ ഒരു മെത്തേഡ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളുക. വീഡിയോ നിങ്ങൾക്ക് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.